എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാനുള്ള തൂഫാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആയിരിക്കുകയാണല്ലോ. തീർച്ചയായും റോബിൻ, ഗുഡ് മോർണിംഗ്. അതായത് തൂഫാൻ എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിക്കുകയാണ്. 14 ജില്ലകളിലും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2026 ജൂൺ 2-നായിരുന്നു ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷം ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി, കേരളത്തിലെ ലഹരിയുടെ വേരുകൾ നമുക്ക് അറക്കാൻ കഴിയും എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയുണ്ടായി. അതിനുശേഷം പോലീസും എക്സൈസും അടങ്ങുന്ന സംഘം തന്നെയാണ് തൂഫാൻ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. 3 രീതിയിലായിരുന്നു ഈ തൂഫാൻ എന്ന് പറയുന്ന ആസൂത്രണം ചെയ്തത്. ഒന്ന് തൂഫാൻ സ്ട്രൈക്ക് എന്ന രീതിയിലായിരുന്നു, അതായത് ലഹരി വേട്ട എന്ന രീതിയിൽ. രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത് തൂഫാൻ വാരിയേഴ്സ് എന്നുള്ളതായിരുന്നു. അത് പൊതുജനത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും എല്ലാം പങ്കാളിത്തത്തോടു കൂടി തന്നെ ഈ ലഹരി വേട്ടയ്ക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് തൂഫാൻ കെയർ എന്നുള്ളതായിരുന്നു. അതായത് ഈ ലഹരിയുടെ അടിമത്തത്തിൽ നിൽക്കുന്ന ആളുകളെ തീർച്ചയായും പുതിയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു. അങ്ങനെ 3 രീതിയിലാണ് ഈ തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ എന്നത് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ നേരത്തെ റോബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5700ഓളം ആളുകളെയാണ് പിടിച്ചിരിക്കുന്നത്. 30 കോടി രൂപയുടെ രാസലഹരി അടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ മാത്രമാണ് ഈ വലിയ വേട്ട, 30 കോടിയുടെ വേട്ട എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ അന്തിച്ചു പോകുന്ന ഒരു കണക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എറണാകുളത്തിൻ്റെ ലഹരിയുടെ ഒരു ഹബ്ബ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അന്യദേശ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ കൂടുതലായും ലഹരി അടക്കമുള്ളത് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പോലും ഉപയോഗിക്കുന്ന ഒരു കാഴ്ച പല വീഡിയോകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വേറെടുക്കാൻ വേണ്ടി ഈ ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും ഓപ്പറേഷൻ തൂഫാനും ആഭ്യന്തരമന്ത്രിക്കും പോലീസിനും എക്സൈസിനും എല്ലാം അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്നാലും കേരളത്തിലേക്ക് കടന്നു വരുന്ന ലഹരി എന്ന് പറയുന്നത് നമുക്കറിയാം കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നമ്മളുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വരുന്ന ഇതിൻ്റെ വേരിറക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DGP പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ദുബായ് ഗൾഫ് മേഖലകൾ ഇരുന്നുകൊണ്ട് നർക്കോട്ടിക്കിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പോലീസിൻ്റെ കൈവശമുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും ആ വേരിറക്കുകയും ചെയ്യുന്നതിനുള്ള നടപടി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് DGP പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാസം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പോലീസിൻ്റെ മാത്രമല്ല എക്സൈസിൻ്റെയും പൂർണ്ണമായ ഒരു പിന്തുണ ഇതിനുണ്ട്. ഓപ്പറേഷൻ തൂഫാനൊപ്പം തന്നെ ഓപ്പറേഷൻ തണ്ടർ കൂടി ചേരുമ്പോൾ വലിയ രീതിയിലുള്ള ലഹരി മാഫിയകളെ തന്നെ കീഴടക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴും പൊതുവായി മുന്നോട്ട് വരുന്ന ഒരു കാര്യം, സാധാരണ ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ലഹരി എവിടെ നിന്നാണ് വരുന്നത്, എത്രത്തോളം വലിയ മാഫിയകളെ കീഴടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു പരിശോധനയാണ്. അതിനുവേണ്ടി കർണാടക, തമിഴ്നാട് അടക്കമുള്ള പോലീസിൻ്റെ സഹായം കൂടി കേരള പോലീസ് തേടിയിട്ടുണ്ട്. അപ്പോൾ കർണാടക അതേപോലെ തമിഴ്നാട് അടക്കമുള്ള പോലീസിൻ്റെ സഹായം കൂടി ചേരുകയും അവിടെ നിന്നുള്ള ലഹരി കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി. എന്തായാലും ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും പേടിപ്പെടുത്തുന്ന വിഷ്വൽസൊക്കെയാണ് നമ്മളുടെ മുന്നിലുള്ളത്. നടു റോട്ടിൽ നിന്നുകൊണ്ട് തന്നെ രാസലഹരി, സിറിഞ്ച് അടക്കമുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന യുവാക്കളുടെ ഒരു ചിത്രമാണ് പെരുമ്പാവൂരിലേക്ക് വരുന്നത്. മലയാളികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പലപ്പോഴും അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരോട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ പോലും അവർ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു രീതിയും പെരുമ്പാവൂരിൽ നിന്ന് വന്ന പല വീഡിയോകളിലൂടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരെയെല്ലാം പിടിക്കുന്ന കേരള പോലീസിൻ്റെ ഒരു വീഡിയോ കൂടി പുറത്തു വന്നപ്പോഴാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഇത്രയും വലിയ നടുക്കുന്ന ഒരു ലഹരി കേന്ദ്രമാണോ എന്ന് പോലും പല ആളുകളും ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ പെരുമ്പാവൂരിലേക്കാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരുന്നത്. അവിടെ സ്കൂൾ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനസദസ്സാണ് സംഘടിപ്പിക്കുന്നത്. അതിനുശേഷം ഭായി കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലം പെരുമ്പാവൂരിലുണ്ട്. ഈ ഭായി കോളനിയിലേക്ക് ചെല്ലുകയും അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ, അതിഥി തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഹരിപ്പാട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കെ സുധാകരൻ പങ്കെടുത്ത ഒരു ചടങ്ങിൽ നിരവധി ഗുണ്ടകൾ പങ്കെടുത്തു എന്നുള്ള ഒരു കാര്യം, ഒരു ആരോപണമൊക്കെ മുന്നോട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഒരാൾ പറയുകയുണ്ടായി, തൂഫാനിൽ ഗുണ്ടകളുടെയും സഹായം അഭ്യർത്ഥിക്കാൻ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇന്നലെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ ഒരു കാര്യം, തൂഫാൻ വാരിയേഴ്സിന് അല്ലെങ്കിൽ തൂഫാൻ ഓപ്പറേഷൻ ഒരിക്കലും ഗുണ്ടകളുടെ ഒരു ആവശ്യം ഇല്ല, ഗുണ്ടകളുടെ സഹായം തേടിക്കൊണ്ടല്ല ഈ തൂഫാൻ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം അസന്നിഗ്ധമായി ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ
കമ്മീഷണർ പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന പെരുമ്പാവൂരിൽ വെച്ച് നടക്കാൻ പോകുന്ന ജനസദസ്സ് എന്ന് പറയുന്നത് വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ നിരവധി ആളുകൾ ഉള്ള ഒരു തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. പലപ്പോഴും അവിടെയുള്ള തദ്ദേശരായ ജനങ്ങൾക്ക്, ലോക്കൽ ആളുകൾക്ക് പോലും പലപ്പോഴും അവിടെയോട് എന്തെങ്കിലും പറയാൻ തന്നെ പേടി ആകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കൂലി വളരെ കുറവ്, വേതനം വളരെ കുറവ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും മലയാളികളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജോലിക്കാരെ സംബന്ധിച്ച് കൊടുക്കാവുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ശമ്പളം മാത്രം കൊടുത്താൽ മതി എന്നുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളികളെ പലപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോഴും ഇവരുടെ ലഹരിക്കുള്ള അടിമത്തം, ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം ഇതൊക്കെ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം നമ്മുടെ സ്കൂളുകളിലും നമ്മളുടെ വിദ്യാർത്ഥികളുടെയും എല്ലാം ഇടയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവണത കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഊർജിതമാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ 5700-ൽ അധികം ആളുകളെ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ പിടികൂടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. 30 കോടി രൂപയുടെ രാസലഹരിയും പിടിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വെറും ഒരു മാസത്തെ കണക്ക് മാത്രമാണ്. അതായത് ജൂൺ 2 മുതൽ ജൂലൈ 2 വരെയുള്ള ഒരു കണക്ക് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഇത്രയും വലുത് കാണുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അന്താളിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുന്നത്. കാരണം 30 കോടിയുടെയൊക്കെ രാസലഹരി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം, അത് പിടികൂടാൻ കഴിയുന്നത് മാത്രമാണ്. പിടികൂടാൻ കഴിയാത്തത് അതിലും വലുതാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന കാര്യം. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് എന്നും പോലീസും എക്സൈസും അടക്കം ഉള്ളവർ പറയുന്നു. മറ്റു ഒരു കാര്യം പറയുകയാണെങ്കിൽ മലപ്പുറം അടക്കമുള്ള നമ്മുടെ വടക്കേ മലബാറിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ കഴിക്കുന്നവരെ, ഉപയോഗിക്കുന്നവരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാൻ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി കടത്തിക്കൊണ്ടുവന്നൊരു വാഹനം പോലീസുകാരെ വെട്ടിച്ച് കടക്കുന്നിടയിൽ അവരെ പോലീസുകാരെ ഇടിച്ചു തെറിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ഉണ്ടായി. അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സിന് ഇത്ര ശക്തി മതിയോ എന്നൊരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ ശക്തി കൂട്ടിക്കൊണ്ട് ഉള്ള ഒരു നടപടികൾക്കായിരിക്കും ഇനി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 30 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു അവലോകനം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. 30 ദിവസം കൊണ്ട് എത്രത്തോളം ലഹരി നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവലോകനവും നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളും വരും മണിക്കൂറുകളും എല്ലാം വളരെ നിർണായകമാണ്. കാരണം ലഹരി വേട്ടക്കാർ അല്ലെങ്കിൽ ലഹരി കൊണ്ട് നടക്കുന്ന ആളുകളെല്ലാം പതുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവർ എപ്പോൾ പുറത്തേക്ക്, മാളത്തിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുമോ അപ്പോൾ പിടിവീഴും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മൂന്നാമത്തെ തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് ലഹരിയിൽ മാരകമായ അടിമകളായി മാറിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി വിദ്യാർത്ഥികളുണ്ട്, നിരവധി യുവജനങ്ങൾ ഉണ്ട് എന്ന കാര്യം യാതൊരു തർക്കവുമില്ലാത്തതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയായി വിഭാവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലഹരിയുടെ അടിമത്തിൽ നിന്നും വിട്ടുപോരാൻ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ കഴിയാതെ വരുന്ന ആളുകളെ അവരെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് വലിയ നല്ല രീതിയിലുള്ള കെയർ കൊടുത്തുകൊണ്ട് ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ ഘട്ടം ഞാൻ പറഞ്ഞിരുന്നത് തൂഫാൻ സ്ട്രൈക്ക് ആയിരുന്നു, രണ്ടാമത്തെ തൂഫാൻ വാരിയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ നടക്കുന്നത് നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അതുപോലെ സന്നദ്ധ സംഘടനകളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാരിയേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലഹരിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് പറയുക, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. നിങ്ങളുടെ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിടുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നമ്മുടെ കേരളത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും ലഹരിക്കെതിരെ പ്രതികരിച്ചവരെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഒരു വാർത്തകളും എല്ലാം നമ്മളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ഇവർക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പ്രധാന ഒരു കാരണം ജീവനുള്ള ഒരു പേടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ റോബിൻ. അപ്പോൾ പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ലഹരി കടത്തുകാരെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരി സംഘങ്ങളെക്കുറിച്ച് അറിയിപ്പ് തരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ മറ്റുള്ള വിവരങ്ങളോ ഒന്നും തന്നെ പുറത്ത് വിടാതെ സുരക്ഷിതമായിരിക്കും എന്നൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ, അധ്യാപകർ, ക്ലബ്ബുകൾ, യുവജന പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ വാരിയർ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് പെരുമ്പാവൂരിലേക്ക്, അതായത് വലിയ രീതിയിലുള്ള ഈ മയക്കുമരുന്ന് മാഫിയകളൊക്കെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പെരുമ്പാവൂരിലേക്ക് തന്നെ ആഭ്യന്തരമന്ത്രി എത്തുക. ആഭ്യന്തരമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെയുള്ള ഭായിമാരുടെ കോളനിക്ക് ചെല്ലുന്നു, അവർക്ക് ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നു. അപ്പോൾ പെരുമ്പാവൂരിനെ ഒരു ക്ലീൻ സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്യമമായി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മുന്നിൽ കണ്ടിരിക്കുന്നത്. അതിന് കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുപോലെ തന്നെ ജനജാഗരൺ സഭ കൂടി നടക്കുന്നുണ്ട്. അതായത് പല ജനജാഗരൺ റാലി കൂടി നടക്കുന്നുണ്ട്. അതായത് ഈ
മയക്കുമരുന്ന് ലഹരിക്ക് എതിരെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റാലിയാണ്. ഇതും വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലി തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഈ റാലി സംഘടിപ്പിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതെല്ലാം വലിയ രീതിയിലുള്ള ലഹരി കൊണ്ടു നടക്കുന്ന ആളുകളെ പിടികൂടുന്നതിനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വിശ്വാസം. തീർച്ചയായും ഒരു മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഇത്രയും വലിയ രീതിയിലുള്ള ലഹരി കടത്തുകാരെ പിടികൂടുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകൾ പുറകോട്ട് പോവുകയാണ് കണ്ടിട്ടുണ്ടായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ അമ്മയെ വെട്ടിക്കൊന്നു, അതേപോലെ സഹോദരങ്ങളെ വെട്ടിക്കൊന്നു. അങ്ങനെ ഈ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ. പലപ്പോഴും റോബിൻ നമ്മൾ തന്നെ 1, 2, 3 ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സമയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെയുള്ള അടുത്ത കാലത്ത് ഒരു മാസത്തിന്റെ ഇടയിലായിട്ട് നമ്മൾ അങ്ങനെയുള്ള വലിയ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ലഹരി വിൽപ്പന ചെയ്യുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്ത് വലിയ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും എന്ന രീതിയിലുള്ള തോന്നൽ ഇവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ വിജയമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പോൾ ലഹരി വേട്ട വീണ്ടും തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിജയമാണ് നേടിയിരിക്കുന്നത്. ജനങ്ങൾ എല്ലാം തന്നെ ആഭ്യന്തരമന്ത്രിയെ ഇപ്പോൾ പുകഴ്ത്തുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു എഫേർട്ട് എടുക്കാൻ കാണിച്ച മനസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി ഇതിന്റെ തുടർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ആകുലത നമുക്ക് നൽകുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും കേരളത്തിൽ അപ്രാപ്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് വർഷം 1, 2 വർഷം ഒക്കെ ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് മുന്നോട്ട് പോവുക, അതിനുശേഷം അത് മെല്ലെ മെല്ലെ ലയിച്ചു പോവുക എന്ന രീതിയിലേക്ക് വരുമോ എന്നൊരു സംശയമുണ്ട്. എന്നാലും ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് ലഹരിയുടെ അവസാന വേര് വരെ അറുത്തു മാറ്റും വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകും. അതിന് ജനങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ വേണം. നമുക്ക് ഒരു കണ്ണിയായി നമുക്ക് ജോയിൻ ചെയ്ത് നിൽക്കാം എന്ന രീതിയിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ വിജയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും സന്നദ്ധ സംഘടനകളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം സഹായം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത് പറയാം. ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ വിജയത്തിലേക്ക് പോവുകയാണ് റോബിൻ.